നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2018 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേരളത്തിൽ വലിയ സമര പരമ്പരകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അരങ്ങേറിയ സമര പരമ്പരകൾ വലിയ സംഘർഷാവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ നയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ കേസെടുത്തത്. ആ കേസ് ഇപ്പോഴും തുടരുകയാണ്. NSS പോലുള്ള സാമുദായിക സംഘടനകളിലെ അംഗങ്ങളായവർക്കെതിരെയും നിരവധി കേസുകൾ ഉണ്ടായി. കാരണം നാമജപ ഘോഷയാത്രയടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് NSSന്റെ നേതൃത്വത്തിലായിരുന്നു. അതിൽ പങ്കെടുത്ത സ്ത്രീകൾ അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസുകളെടുക്കുകയും അവ FIR ആക്കി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ കേസുകളെല്ലാം നടക്കുകയാണ്. അയ്യപ്പ സംഗമം സെപ്റ്റംബറിൽ അരങ്ങേറുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പിണറായി സർക്കാർ ശബരിമല കേസുകളെല്ലാം പിൻവലിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചതായാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. NSS നേതൃത്വവുമായി നടത്തിയ ഒരു രഹസ്യ കൂടിക്കാഴ്ചയിൽ ഒരു സംഭാഷണത്തിലാണ് വരുന്ന ഡിസംബറിന് മുമ്പ് എല്ലാ കേസുകളും കോടതിയുടെ അനുവാദത്തോടെ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി അറിയിച്ചത്. ഈ കേസുകളെല്ലാം തന്നെ ഇപ്പോൾ കോടതിയിൽ കിടക്കുന്ന കേസുകൾ പിൻവലിക്കണമെങ്കിൽ കോടതിയുടെ അനുവാദം വേണം. അങ്ങനെ കോടതിയുടെ അനുവാദം നേടിക്കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനല്ല, വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കേസുകളെല്ലാം പിൻവലിക്കുന്ന നിലപാട് സർക്കാർ കൈക്കൊള്ളുമെന്ന് NSSനെ അറിയിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കേസുകൾ പിൻവലിക്കുന്നതിനെക്കുറിച്ച് നിരന്തരം ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ രണ്ട് സമുദായ നേതാക്കളെയും തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ കേസുകളെല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുകൾ പിൻവലിക്കാൻ ആഗ്രഹമുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചാൽ കോടതി അനുമതിയോടെ കേസുകൾ പിൻവലിക്കാൻ സാധിക്കും. കാരണം ഇതിൽ വാദി സർക്കാരാണ്. അതുകൊണ്ട് ഈ കേസുകൾ സർക്കാർ ആഗ്രഹിച്ചാൽ പിൻവലിക്കാൻ കഴിയുമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിൽ ഈ കേസുകളെല്ലാം പിൻവലിച്ച് വലിയ തരത്തിലുള്ളൊരു രാഷ്ട്രീയ നീക്കം നടത്താൻ പിണറായി വിജയൻ ഒരുങ്ങുകയാണ്. UDFനെയും BJPയെയും അസ്തപ്രജ്ഞരാക്കുന്നൊരു നീക്കമായിരിക്കും പിണറായി വിജയൻ ഇതിലൂടെ നടത്താൻ പോവുക. കേസുകൾ പിൻവലിക്കണമെന്ന് BJP നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. നിരവധി BJPക്കാരും BJPയുടെ പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും ഒക്കെ ഈ കേസുകളിൽ ഉൾപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ചില കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസുണ്ടായി. ഈ കേസുകളെല്ലാം പിൻവലിക്കുന്നത് കൂടി ഈ പാർട്ടികളെല്ലാം വലിയ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോകും. പിണറായി വിജയൻ കേസുകൾ പിൻവലിക്കുമ്പോൾ അത് പിൻവലിക്കരുതെന്ന് പറയാൻ കോൺഗ്രസിനോ BJPക്കോ കഴിയില്ല. എന്നാൽ അങ്ങനെ കേസുകൾ പിൻവലിച്ചാലോ അത് പിണറായിക്കും CPMനും വലിയ രാഷ്ട്രീയ നേട്ടമായി തീരും. അങ്ങനെ പിണറായിക്കും CPMനും വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമ്പോൾ അത് കണ്ണു തള്ളി വായടച്ചിരിക്കാനേ ഈ രണ്ട് പാർട്ടികൾക്കും കഴിയൂ. ഏതായാലും സാമുദായിക സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനും G സുകുമാരന്മാരുമായി നടത്തിയ ചർച്ചയിൽ ഈ കേസുകൾ പിൻവലിക്കുന്ന കാര്യം ഉറപ്പായും തങ്ങൾ ആലോചിക്കുമെന്നും വരുന്ന ഡിസംബർ മാസത്തിന് മുമ്പ് തന്നെ അതുണ്ടാകുമെന്നുള്ള സൂചന സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, വരുന്ന 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ ശബരിമല വിഷയത്തിൽ എടുത്ത കേസുകളെല്ലാം പിൻവലിക്കാൻ വേണ്ടി സർക്കാർ കോടതിയിൽ നീങ്ങുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.